ഞാനിവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു ചായക്കടയിൽ മാത്രമല്ല, ഇതൊരു വഴിയോര വിശ്രമ കേന്ദ്രമാണ്. ചെമ്പറക്കയിൽ നിന്നും പൂക്കാട്ടുപടി വഴി കക്കനാട് പോകുന്ന റൂട്ടിൽ നടക്കാവ് എന്ന സ്ഥലത്തുള്ള വഴിയോര വിശ്രമ കേന്ദ്രം. സാധാരണ നമ്മൾ ഒരു ദീർഘദൂര യാത്രയിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം നല്ലൊരു വൃത്തിയുള്ള ടോയ്ലറ്റ് ഇല്ല, മറ്റൊരു ഇതുപോലെ വിശ്രമിച്ച് കാറ്റൊക്കെ കൊണ്ട് ഒരു ചായയൊക്കെ കുടിക്കാനുള്ള ഒരു സ്ഥലമില്ല എന്നതൊക്കെയാണ്. ഹോട്ടലുകൾക്കപ്പുറത്തുള്ളൊരു സ്ഥലം. അപ്പോൾ അതിനൊരു ശാശ്വതമായൊരു പരിഹാരം എന്ന് തന്നെ പറയാം. ഇത്ര ഭംഗിയുള്ള ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ഇതൊരു സർക്കാർ പദ്ധതിയാണ്. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. 2021-22 മുഖ്യമന്ത്രിയുടെ 12 കർമ്മ പദ്ധതി എന്നതിൻ്റെ ഭാഗമായാണ് കേരളത്തിലുടനീളം ടേക്ക് എ ബ്രേക്കുകൾ സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചത് ഗവൺമെൻറ്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ മിഷൻ്റെയും ഹരിത കേരള മിഷൻ്റെയും എല്ലാം സഹകരണത്തോടു കൂടി ഈ പദ്ധതി ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൻ്റെ പരിപാലനം ഒരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ അതിനും ഞങ്ങളൊരു പദ്ധതി രൂപീകരിക്കുകയാണ്. കുടുംബശ്രീക്കാണ് അതിൻ്റെ ചുമതല. മൂന്നാർ, ദേവികുളം, ഇടുക്കി തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റൂട്ടായിരുന്നു. ഇപ്പോൾ MLA-യുടെ കൂടെ വലിയ പിന്തുണ ഈ വിഷയത്തിനകത്ത് ലഭ്യമായി. ഇപ്പോൾ നമുക്കിപ്പോൾ CCTV നിരീക്ഷണം, നമുക്ക് 8 ക്യാമറകൾ നമ്മളിവിടെ ആകെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 ക്യാമറകൾ വെരിഫോക്കൽ ലെൻസാണ്. 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടികളുടെ നമ്പർ നമുക്ക് കിട്ടാവുന്ന തരത്തിൽ ആ ക്യാമറകളെ നമ്മുടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒരു സുരക്ഷ പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്കിവിടെ ഒരു ഫീഡിംഗ് റൂമുണ്ട്. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി വളരെ സൗഹൃദപരമായി തയ്യാറാക്കിയ ഒരു ഫീഡിംഗ് റൂം. ഇവിടെയാണ് മുലയൂട്ടുന്നതിനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭിന്നശേഷി സൗഹൃദമാണ് ഈ വിശ്രമ കേന്ദ്രം എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാർക്കായുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ടോയ്ലറ്റ്. സ്ത്രീകൾക്കായി ഒരുക്കിയിരിക്കുന്ന ടോയ്ലറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാനിറ്ററി പാഡ് വെൻഡിങ് മെഷീൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാഡ് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഉദ്ഘാടനത്തിനപ്പുറം ഇത്തരം കേന്ദ്രങ്ങളുടെ പരിപാലനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ഉപയോഗിക്കുന്നവരും ഇവിടെയുള്ളവരും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം സൗഹൃദപരമായ സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ ശങ്ക അങ്ങ് ഒഴിവായി കഴിഞ്ഞാൽ ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യണ്ടേ? ഇവിടെ ഒരു ഫോട്ടോ പോയിന്റുമുണ്ട്. അപ്പോൾ ശരത് അമ്പാട്ടുകാവിനൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാമിലി ശശിധരൻ, മാതൃഭൂമി. ശ്യാമിലി ശശിധരൻ നമുക്കൊപ്പമുണ്ട്. ശ്യാമിലി, ഈ അടിപൊളിയാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിശ്രമ കേന്ദ്രം. അതിനപ്പുറം ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ഈ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു ദൂരയാത്ര അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വേണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന സ്ഥലം മൂന്നാറാണ്. അപ്പോൾ ഈ മൂന്നാർ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു വിശ്രമ കേന്ദ്രം വരുന്നതും, അതും എല്ലാ ഫെസിലിറ്റിയോടും കൂടിയുള്ള ഒരു വിശ്രമ കേന്ദ്രം, ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് നമുക്ക് ഒരു വിശ്രമ കേന്ദ്രം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യുന്നതിലുള്ള ഒരു കാര്യമാണ്. അത് വൃത്തിയുള്ളതായിരിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്കയാണ്. പക്ഷേ ഇത് നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്നേക്ക് ഒരു അനുഭൂതിയാണ് ഇപ്പം ശ്യാമിലി കാണിച്ച ദൃശ്യങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വിശ്രമ കേന്ദ്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊപ്പം ഇതിന്റെ പരിപാലനമൊക്കെ എങ്ങനെയാണ് പോകുന്നത് ശ്യാമിലി? യാത്ര എങ്ങനെയുമായിക്കോട്ടെ, ദീർഘദൂരമോ ഹ്രസ്വദൂരമോ, ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന കാര്യം വഴിമധ്യേ പ്രാഥമിക കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കും എന്നുള്ളതാണ്. സ്ത്രീകൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കുമാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട്. സാധാരണ നമ്മൾ പെട്രോൾ പമ്പുകളൊക്കെയാണ് ആശ്രയിക്കാറുള്ളത്. സത്യത്തിൽ വിനോദസഞ്ചാര സാധ്യത ഏറ്റവും അധികമുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് സഞ്ചാരികളെ നിരാശരാക്കുന്ന, പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം ഇത്തരം വൃത്തിയുള്ള ശൗചാലയങ്ങളുടെ, വിശ്രമ കേന്ദ്രങ്ങളുടെ ഒരു അപര്യാപ്തതയാണ്. സത്യത്തിൽ എറണാകുളം വാഴക്കുളത്ത് ഇതിനൊരു ബദൽ എന്ന നിലയിൽ, ഇതിലൊരു ഉത്തമ മാതൃക എന്ന നിലയിൽ സത്യത്തിൽ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ഒരുങ്ങിയിരിക്കുകയാണ്. ടേക്ക് എ ബ്രേക്ക് എന്നാണ് പേര്. ഇത് സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ ടേക്ക് എ ബ്രേക്ക് എന്നുള്ളത്. അത് ഇവിടെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുകയും പെരിയാർ വാലിയുടെ സ്ഥലത്ത് 1 വർഷം മുമ്പ് വരെ അവിടെ വലിയ മാലിന്യ നിക്ഷേപം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അവരത് ഏറ്റെടുക്കുകയും ഇപ്പോൾ സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തിയാക്കുകയും അങ്ങനെ വളരെ മനോഹരമായ ടേക്ക് എ ബ്രേക്ക് എന്നൊരു വഴിയോര വിശ്രമ കേന്ദ്രം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഭിന്നശേഷി സൗഹൃദമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒക്കെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ലഘുഭക്ഷണം കഴിക്കാം, ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, വിശ്രമിക്കാവുന്നതാണ് ഇവിടെ. ഇതൊരു പ്രധാന പാതയ്ക്ക് ഓരത്തായിട്ടാണ്
പ്രധാന പാതയ്ക്ക് സൈഡിലായിട്ടാണ് ഈ വിശ്രമ കേന്ദ്രം ഉള്ളത്. അതായത് ഞാൻ പറയാൻ കാരണം മൂന്നാർ, ദേവികുളം, ഇടുക്കി പോകുന്ന പ്രധാന റൂട്ടാണ് ഇത്. അതിന് അരികിലായിട്ടാണ് ഇത് ഉള്ളത്. പിന്നെ ഇത്തരം കേന്ദ്രങ്ങളുടെ ഒരു കാര്യം പറയുമ്പോൾ ഉദ്ഘാടനത്തിനപ്പുറം പരിപാലനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പൊതുവിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിലുള്ള ഒരു അലംഭാവം ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ജനതയ്ക്ക് ഉള്ളതാണ്, കേരള ജനതയ്ക്ക്. ആ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വൃത്തിയായി പരിപാലിച്ച്